ഇന്ന് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഏതായാലും ന്യൂട്രീഷനെക്കുറിച്ച് തുടർച്ചയായിട്ട് കുറച്ച് വീഡിയോകൾ ഞാൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കും. ഞാൻ എല്ലാ ദിവസവും ഒരു മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഡെയിലി കഴിക്കാറുണ്ട്. കാരണം ഭക്ഷണത്തിലൂടെ അത് പൂർണ്ണമായി കിട്ടും എന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ലാത്തതുകൊണ്ടാണ്. അതിനനുസരിച്ച് ഒരു ഭക്ഷണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യവും ഇല്ലാത്തതുകൊണ്ട് ഒരു മൾട്ടി വൈറ്റമിൻ ഞാൻ കഴിക്കാറുണ്ട്. ഏറ്റവും ഉചിതം ഭക്ഷണത്തിലൂടെ തന്നെ മൾട്ടി വൈറ്റമിൻസ് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ മൾട്ടി വൈറ്റമിൻസിനെ കുറിച്ചും മിനറൽസിനെ കുറിച്ചുമാണ് ഈ ന്യൂട്രീഷൻ്റെ സീരീസിൽ ഞാൻ വീഡിയോസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ശരീരത്തിന് വേണ്ട ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ വിറ്റാമിനുകൾ അല്ലെങ്കിൽ വൈറ്റമിൻസ് എന്നുള്ളത്. നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം, നെർവസ് സിസ്റ്റം, മറ്റ് പല കാര്യങ്ങളും കാര്യക്ഷമമായി പ്രവർത്തിക്കണമെങ്കിൽ വൈറ്റമിൻസ് അതിൻ്റേതായ അളവിൽ കിട്ടിയിരിക്കണം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് ഇത് പലപ്പോഴും ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അത് ഉള്ളിൽ നിന്ന് പുറത്തു തന്നെ നമുക്ക് കിട്ടണം. ഇനി ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയാലോ ആവശ്യത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ള അത്രയും അളവിൽ ഉൽപ്പാദിപ്പിക്കാനും പറ്റില്ല. നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളുടെ വളർച്ചയ്ക്ക്, അതിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിന്, നമ്മുടെ ഹോർമോണുകൾ ശരിയായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ ഒക്കെ വൈറ്റമിൻസ് കിട്ടണം. അപ്പോൾ ഒരു ഭക്ഷണം നമ്മൾ പ്രത്യേകിച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് എല്ലാ വൈറ്റമിൻസും കിട്ടുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു ഭക്ഷണത്തിലൂടെ തന്നെ മുഴുവനും കിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന എല്ലാ വൈറ്റമിൻസും കിട്ടുന്ന ഒരു സമീകൃതമായ ആഹാരം ഫോളോ ചെയ്താലേ നമുക്ക് എന്താ കിട്ടുള്ളൂ, ഈ വൈറ്റമിൻസ് എല്ലാം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആയിട്ട് കുറഞ്ഞു പോകും. അപ്പോൾ ഒരു വൈറ്റമിൻ ഗുളിക കഴിക്കുന്നതിന് എന്താ കുഴപ്പം? കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ വൈറ്റമിൻസിൻ്റെ ഗുളിക കഴിക്കുമ്പോൾ അതിൽ വൈറ്റമിൻ മാത്രമേ കിട്ടുള്ളൂ. ഭക്ഷണത്തിലൂടെയാണ് ഇത് കിട്ടുന്നതെങ്കിലോ നമുക്ക് ആവശ്യമുള്ള നാര്, പ്രോട്ടീന്, ഹെൽത്തി ഫാറ്റ് ഇതെല്ലാം ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. നമുക്ക് വൈറ്റമിൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കളർഫുൾ ആയിട്ടുള്ള ഒരു ഭക്ഷണ രീതി, റെയിൻബോ ഡയറ്റ് ഫോളോ ചെയ്യുക. അതിൽ വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്ട്സ്, സീഡ്സ്, പ്രോട്ടീന്, പിന്നെ ഹെൽത്തി മത്സ്യങ്ങൾ, ഹെൽത്തി ഫാറ്റുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് സമീകൃത ഭക്ഷണം ഫോളോ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു മൾട്ടി വൈറ്റമിൻ കഴിക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ദിവസങ്ങളിലായിട്ട് ഓരോ വൈറ്റമിൻസിനെ കുറിച്ചും ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ.